തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു. എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ നിന്ദിക്കുന്നു. എന്നോട് ചീറുന്നവർ എന്റെ പേർ ചൊല്ലി ശപിക്കുന്നു. ഞാനപ്പം പോലെ ചാരം തിന്നുന്നു. എന്റെ പാനീയത്തിൽ കണ്ണുനീർ കലക്കുന്നു. നിന്റെ കോപവും ക്രോധവും ഹേതുവായിട്ടു തന്നെ നീ എന്നെ എടുത്ത് എറിഞ്ഞു കളഞ്ഞുവല്ലോ. എന്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു. ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. നീയോ യഹോവേ എന്നേക്കുമുള്ളവൻ. നിന്റെ നാമം തലമുറ തലമുറയായിരിക്കുന്നു. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. അവളോട് കൃപ കാണിപ്പാനുള്ള കാലം, അതേ, അതിന് സമയം വന്നിരിക്കുന്നു. നിന്റെ ദാസന്മാർക്ക് അവളുടെ കല്ലുകളോട് താല്പര്യവും അവളുടെ പൂഴിയോട് അലിവും തോന്നുന്നു. യഹോവ സിയോനെ പണികയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും അവൻ അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതെ ഇരിക്കുകയും ചെയ്തതുകൊണ്ട് ജാതികൾ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാർ നിന്റെ മഹത്വത്തെയും ഭയപ്പെടും. വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതി വയ്ക്കും. സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവ